എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലിയ ഒരു തലവേദനയാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി മോദിക്ക്. മോദിയെ നാറ്റിക്കലാണ് ട്രംപിൻ്റെ മെയിൻ. 2 ദിവസം മുമ്പ് വരെ കണക്ക് നോക്കിയപ്പോൾ 25 തവണയാണ് ട്രംപ് മോദിയെ നാണം കെടുത്തിയിരിക്കുന്നത്. താനാണ് യുദ്ധം നിർത്തിവെപ്പിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മോദി പറയുന്നതിന് ഡെഡ് അഗെയിൻസ്റ്റാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടായ വിവരം ആദ്യം ഡിസ്ക്ലോസ് ചെയ്തത് ട്രംപായിരുന്നു. അന്നു മുതലാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ്. ട്രംപ് ആദ്യം ഈ അവകാശവാദം ഉന്നയിച്ചപ്പോൾ തന്നെ മോദിയുടെ വെൽവിഷേഴ്സ് ട്രംപാശാനെ പോയി കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, പ്ലീസ് ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. മുമ്പ് ഇതുപോലൊരു സന്ദർഭം മായാവി സിനിമയിലുണ്ടായി. പക്ഷേ മായാവി ആശാനെ നാറ്റിച്ചില്ല. ഓർക്കുക, മായാവിയുടെ നിലവാരം ട്രംപിനില്ല. ഇതിനിടയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും ട്രംപ് തന്നെയാണ് നിർത്തിയത്. പുള്ളി തന്നെയാണ് ആ വിവരം ലോകത്തെ അറിയിച്ചതും. അതോടെ ട്രംപിൻ്റെ അവകാശവാദത്തിനൊരു വിലയൊക്കെ വന്നു. ഇന്ത്യയിലെ മോദി ഭക്തർ അപ്പോൾ ട്രംപ് കോമാളിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കി സ്വയം ആശ്വസിച്ച് കുത്തിയിരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കുരു എന്ന രീതിയിൽ നാറ്റോവിൻ്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഒരു ഭീഷണി ഉയർത്തി. ട്രംപും അത് ഏറ്റുപിടിച്ചു. നിസ്സാര കാര്യമല്ല അവർ ഭീഷണിപ്പെടുത്തിയത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് ഭീഷണി. നാറ്റോ സെക്രട്ടറി പറഞ്ഞത് വലിയ കാര്യമാക്കാനില്ല. കാരണം പുള്ളിക്ക് ഇന്ത്യയുടെ മേൽ നേരിട്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അമേരിക്കയ്ക്ക് കഴിയും. അത് ഇന്ത്യക്കും അറിയാം. അതുകൊണ്ട് ഇന്ത്യ വളരെ ശ്രദ്ധിച്ചാണ് മറുപടി പറഞ്ഞത്. എങ്കിലും നാറ്റോയുടേത് ഇരട്ട നിലപാടാണെന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഹംഗറി, സ്ലോവാക്യ തുടങ്ങിയ നാറ്റോ അംഗരാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ ഇപ്പോഴേ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ ഉപരോധ മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഇരട്ട നിലപാടല്ലേ എന്നാണ് ഇന്ത്യ ചോദിക്കുന്നത്. ആ ചോദ്യം ന്യായമാണ്. ഇവിടെ പരിശോധിക്കേണ്ടത് ട്രംപ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. മോദി ഭക്തർ പ്രചരിപ്പിക്കുന്നത് പോലെ ട്രംപാശാൻ വെറുമൊരു കോമാളിയാണോ? നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഉപരോധത്തിലൂടെ പൊളിച്ചടക്കാൻ ട്രംപിന് പറ്റുമോ? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം എങ്ങനെയാണ്? അതിന് മാത്രം എന്താണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്? ഇറക്കുമതിയും കയറ്റുമതിയും, എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും വലിയ വലിയ സംഭവങ്ങളാണ്. വെറുതെ പോയി അതിൽ തലവെച്ച് കൊടുക്കാൻ ഈ ഉള്ളവർ തീരെ ഇഷ്ടമില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കണക്ക് തീർത്തവരാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. അതുകൊണ്ട് അതൊക്കെ പോയി അന്വേഷിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഓർത്തപ്പോൾ കുറച്ച് എക്കണോമിക്സ് പഠിച്ചാലും തരക്കേടില്ല എന്ന് തോന്നി. അമേരിക്കയുടെ ഉപരോധം സ്റ്റോക്ക് മാർക്കറ്റിനെ എത്ര വരെ താഴ്ത്താം എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ഉള്ളവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ: ഇന്ത്യ വിദേശങ്ങളിലേക്ക് കുറേ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്, കുറേ പണം ആ വഴിക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാൻ കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്, അത് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. അതിന് കുറേ പണം ചിലവുണ്ട്. കയറ്റുമതി ചെയ്യുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് ഇറക്കുമതി ചെയ്യാനുള്ള ചിലവ് മീറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതലുമാണ്. കച്ചവടക്കാര്യങ്ങളിൽ വലിയ വിവരമുള്ള മനുഷ്യർ ഇതിനെ വ്യാപാര കമ്മി എന്നാണ് വിശേഷിപ്പിച്ചു വരുന്നത്. ആ കുറവ്, ആ കമ്മി ഇപ്പം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 6 മാസം മാത്രം കണക്കെടുത്താൽ ശരാശരി $20.3 ബില്യൺ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അതൊരു വലിയ സംഖ്യയാണ്. 1.25 ലക്ഷം കോടി രൂപ, 1.74 ലക്ഷം കോടി റുപ്പീസ്. ഇത്രയ്ക്കധികം റുപ്പീസ് ചിലവാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്? അതിന് മാത്രം എന്തൊക്കെയാണ് ഈ സ്വയം സമ്പൂർണ്ണ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലില്ലാത്തത്? ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ലാത്തത്. അത് തന്നെയാണ് ഇറക്കുമതിയിൽ പ്രധാനം. പിന്നെ സ്വർണം, അതില്ലാത്തൊരു കഴുത്തോ കയ്യോ നമ്മുടെ സ്ത്രീ സങ്കല്പങ്ങളിൽ ഇല്ലല്ലോ. കൂടാതെ ഇലക്ട്രോണിക് സാധനങ്ങൾ, യന്ത്രസാമഗ്രികൾ, ഈ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് മിനുക്കി അതിൽ കുറേ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നു. കാരണം ഇവിടെ തന്നെ 146 കോടി ഉണ്ടല്ലോ. ബാക്കിയുള്ളത് വിദേശത്തേക്ക് കയറ്റിയിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി. ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ ഇറക്കിക്കൊണ്ടുവരുന്നു. അത് ഇന്ത്യയിലെ റിഫൈനറികളിൽ ശുദ്ധീകരിച്ച് ഡീസലും പെട്രോളുമാക്കി കയറ്റുമതി ചെയ്യുന്നു. അതാണ് ഇന്ത്യയുടെ പ്രധാന വരുമാനങ്ങളിൽ ഒന്ന്. സിംഗപ്പൂർ, UAE, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുടെ റിഫൈനറികളിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള പെട്രോളും മറ്റു സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നു. യൂറോപ്പ് ഇപ്പോൾ ഇന്ത്യയുടെ
ഈ ഉൽപ്പന്നങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്ന പെട്രോളിയം പ്രോഡക്റ്റുകളിൽ 7 മുതൽ 8% അമേരിക്ക മാത്രമാണ് വാങ്ങുന്നത്. ഇപ്പറഞ്ഞ പല രാജ്യങ്ങൾക്കും സ്വന്തമായി റിഫൈനറികളുണ്ട്. എന്നിട്ടും അവർ എന്തിനാണ് ഇന്ത്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ചാൽ, ഒന്നാമത്തെ കാരണം വിലക്കുറവ്. ഇന്ത്യയിൽ എണ്ണ ശുദ്ധീകരിക്കുന്നതിനുള്ള ചെലവ് മറ്റ് പല രാജ്യങ്ങളെക്കാളും കുറവാണ്. അവർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ. രണ്ടാമത്തെ കാരണം അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പിന്നെ ഇറക്കുമതി ചെയ്യാതെ പറ്റില്ല. മൂന്നാമത്തെ കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ചില രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഉദാഹരണത്തിന് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. അപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുത്തു. യൂറോപ്യൻസിന് എണ്ണ വേണ്ടാതായപ്പോൾ റഷ്യക്കാരുടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. ഇതൊരു നല്ല അവസരമായി കണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും ആ ഓയിൽ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് തന്നെ കയറ്റുമതി ചെയ്തു. നാലാമത്തെ കാരണം ഇന്ത്യയിലെ റിഫൈനറികളുടെ മികവാണ്. ഇന്ത്യക്ക് വിവിധ തരം ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാനുള്ള കഴിവുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്ത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ നല്ല കഴിവുണ്ട്. ഇതറിയാവുന്ന മറ്റ് രാജ്യങ്ങൾ അവർക്ക് സ്വന്തമായി റിഫൈനറികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതാണ് മെച്ചം എന്ന് കരുതുന്നു. അതുപോലെ അവിടങ്ങളിൽ ചില പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് കൂടും. അപ്പോഴും ഇറക്കുമതിയുടെ ആവശ്യം വരും. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലെ തന്നെയാണ് രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവ. സ്വർണം ഇറക്കുമതി ചെയ്ത് ആഭരണങ്ങളാക്കി വീണ്ടും കയറ്റുമതി ചെയ്യുന്നു. വജ്രങ്ങളും മറ്റ് രത്നാഭരണങ്ങളും വലിയ തോതിൽ തന്നെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഇങ്ങനെ സ്വർണവും രത്നാഭരണങ്ങളും നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിൽ 30-31% വാങ്ങുന്നത് US ആണ്. മെഡിസിൻ്റെ മേഖലയിലേക്ക് വന്നാൽ കയറ്റുമതിയിൽ ഇന്ത്യ ലോകത്തിലെ നമ്പർ 3 ആണ്. അതിൽ തന്നെ ജനറിക് മെഡിസിൻ കയറ്റുമതി നമ്മൾ ചെയ്യുന്നതിൽ നമ്പർ 1 ആണ്. അമേരിക്ക 60% ജനറിക് മെഡിസിൻ വാങ്ങുന്നതും ഇന്ത്യയിൽ നിന്നാണ്. അതാണ് ഈ അമേരിക്കയുമായുള്ള ബന്ധം. ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് അത്രേ ഇന്ത്യയെ വിളിക്കുന്നത്. ലോകത്തിൽ മൊത്തം ഉണ്ടാക്കുന്ന വാക്സിനിൽ 60% ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. അതിൽ 1/3 ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്നു, 2 നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, മരുന്നുകൾ ഇവയൊക്കെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നില്ല. എന്നാൽ ഇതൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് സ്മാർട്ട് ഫോണുകളാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിയേക്കാം. സംശയിക്കേണ്ട, അത് സത്യമാണ്. 2024 എന്ന വർഷത്തിൽ മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്ത രാജ്യങ്ങളിൽ നമ്പർ 3 ആണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് എന്ന് ചോദിച്ചാൽ സ്മാർട്ട് ഫോണുകളാണ്. സ്മാർട്ട് ഫോൺ മാത്രമല്ല, പല ഇലക്ട്രോണിക് സാധനങ്ങളും കമ്പ്യൂട്ടർ ഘടകങ്ങളും ഇന്ത്യ ഇന്ന് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ 60% US-ലാണ് എത്തുന്നത്. എങ്ങനെയാണ് ഇന്ത്യ മൊബൈൽ ഫോണുകളിൽ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് എന്ന് ചോദിച്ചാൽ PIL സ്കീം എന്നൊരു സ്കീം വഴിയാണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം. കൂടുതൽ ഉൽപ്പാദിപ്പിക്കൂ, കൂടുതൽ നേടൂ എന്ന് പറഞ്ഞപ്പോൾ ആപ്പിളും സാംസങ്ങും പോലുള്ള കമ്പനികൾ ഇവിടെ വന്ന് ഉൽപ്പാദനം തുടങ്ങി. ഫോണിൻ്റെ മേഖലയിൽ മാത്രമല്ല അതുകൊണ്ട് ഈ സ്കീം വർക്കൗട്ടായത്. ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, പ്രത്യേകതരം സ്റ്റീല് ഉൽപ്പാദനം, സോളാർ, പിന്നെ അതുപോലെ ഭക്ഷ്യ സംസ്കരണം തുടങ്ങി പല മേഖലകളിലും ഇന്ന് ഉൽപ്പാദനം കുതിച്ചുയർന്നിരിക്കുന്നു. കൂടുതൽ ഉൽപ്പാദിപ്പിക്കൂ, കൂടുതൽ നേടൂ. അതാണ് ആ സ്കീമിൻ്റെ മുദ്രാവാക്യം. ഇന്ത്യയുടെ മറ്റൊരു കയറ്റുമതി വാഹനങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികളാണ്. സ്റ്റിയറിംഗ്, എൻജിൻ ഘടകങ്ങൾ, ബോഡി, സസ്പെൻഷൻ, ബ്രേക്കിംഗ് സംവിധാനങ്ങൾ. ഇതിൽ 30% ഇറക്കുമതി ചെയ്യുന്നത് US ആണ്. അവിടെയാണ് പ്രശ്നം. ഇതുകൂടാതെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ യന്ത്രങ്ങളും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിലും 10% US തന്നെയാണ് വാങ്ങുന്നത്. ഇതുകൂടാതെ പരുത്തി വസ്ത്രങ്ങൾ, മറ്റുള്ള തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, അതിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ പെടുന്നതാണതൊക്കെ. 2023-24 ഡാറ്റ അനുസരിച്ച് ഇന്ത്യയുടെ പരുത്തി വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ മൊത്തം കയറ്റുമതിയിൽ US-ൻ്റെ വിഹിതം ഏകദേശം 29%. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. മൊത്തം അയക്കുന്ന ബസുമതി പോലുള്ള അരിയിൽ 7.5% വാങ്ങുന്നത് US മാത്രമാണ്. സ്പൈസസിൻ്റെ 13.5% അവർ തന്നെ വാങ്ങുന്നു. തേയിലയുടെ 10% US-ലേക്ക് പോകുന്നു. സീ ഫുഡ് ഐറ്റംസ്, നമ്മുടെ മീനുകൾ അല്ലെങ്കിൽ കടൽ വിഭവങ്ങൾ 36.22% പോകുന്നതും US-ലേക്ക് തന്നെ. മൊത്തത്തിൽ പറഞ്ഞാൽ മൊത്തം കയറ്റുമതിയുടെ 18% ഉപയോഗിക്കുന്നത്. ഇന്ത്യ മൊത്തം കയറ്റുമതി ചെയ്യുന്ന 100 സാധനങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ 18 ഉപയോഗിക്കുന്നത് അമേരിക്കക്കാർ തന്നെയാണ്.
കഴിഞ്ഞ വർഷം അതായത് 2024 കച്ചവടത്തിലൂടെ അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് പ്രവഹിച്ച ഡോളറുകൾ 7,940 കോടിയാണ്. അതായത് 6 ലക്ഷം കോടി രൂപ. അമേരിക്ക ഉപരോധം കൊണ്ടുവന്നാൽ സീൻ കോൺട്രയാകും എന്നിപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ തന്നെ നമ്മുടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള അന്തരം 1.25 ലക്ഷം കോടിയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ 6 ലക്ഷം കോടി രൂപയും കൂടിയാകുമ്പോൾ വ്യാപാരത്തിൽ വരുന്ന കമ്മി 7.25 ലക്ഷം കോടി രൂപയാകും. മോദിക്കും മന്ത്രിമാർക്കും വലിയ നഷ്ടമൊന്നും വരില്ല. കാരണം അവർ പെട്രോളിൻ്റെ വില കയറ്റും, ഡീസലിൻ്റെ വില കയറ്റും, ഗ്യാസിൻ്റെ വില കൂട്ടും. എന്നാൽ റഷ്യയിൽ നിന്നും ചുളുവിലയ്ക്ക് ഇത്രയും കാലമായി പെട്രോളിയം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലാഭം ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. പെട്രോളിൻ്റെ 1/4 ഭാഗത്തോളം എത്തനോൾ കലർത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലാഭം കസ്റ്റമർക്ക് തന്നിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ റഷ്യയിൽ നിന്നും പെട്രോളിയം വാങ്ങാതിരിക്കുന്നതല്ലേ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് നല്ലത്? നമുക്ക് ചോദിക്കേണ്ടി വരും. ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടി ബ്രിട്ടനുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനാണ്. അതിനുള്ള ഉടമ്പടി നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. അതിലൂടെ 3400 കോടി ഡോളർ വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ കളികളാണ്. നഷ്ടം വന്നാൽ ജനങ്ങളെ പിഴിഞ്ഞ് നികത്താം എന്നതാണ് ഈ കളിയുടെ അട്രാക്ഷൻ. ഈ പണം കൊണ്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കുറേ ഫ്രീബീസ് കാണിച്ചു തരും. വീണ്ടും ചോദിച്ചാൽ തീരദേശം വഴി പോകുന്ന ഒരു റോഡ് കാണിച്ചു തരും. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടുകൊള്ളണം. ഇതൊക്കെ കൂടിയാലും ഇന്നത്തെ ഇന്ത്യൻ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ 5% പോലും വരുന്നില്ല എന്നതാണ് സത്യം. ഈ ഭീകര സത്യം കണക്ക് കൂട്ടിയെടുക്കാനുള്ള കഴിവും നമുക്കില്ല. കാരണം കണക്കിൽ നമ്മൾ പണ്ടേ മോശമായിരുന്നല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.